പെൺകുട്ടികളെ ധാരാളം ഇവിടെ കാണുന്നതിൽ പ്രത്യേകിച്ച് സന്തോഷമുണ്ട്. സാധാരണ ഈ സിനിമയെ പറ്റിയൊക്കെ വളരെ ഗൗരവമായിട്ട് സംസാരിക്കുന്ന സ്ഥലത്ത് നമ്മുടെ നാട്ടിലെ പൊതുവേ ഒരു ധാരണ ഇത് ആണുങ്ങൾക്ക് മാത്രമുള്ളതാണ്, അത്ര സീരിയസ് അല്ലാത്ത കാര്യത്തിൽ മാത്രം സ്ത്രീകൾ പോയാൽ മതി എന്നൊരു ധാരണയുണ്ട്. ഞാൻ ഇതുപോലെ പങ്കെടുക്കുന്ന എല്ലാ മീറ്റിങ്ങുകളിലും ഞാൻ നോക്കാറുണ്ട് എത്ര പെൺകുട്ടികൾ എത്ര സ്ത്രീകൾ ഇതിൽ പങ്കെടുക്കുമെന്ന് നോക്കാറുണ്ട്. സ്ത്രീകളെ കണ്ട വളരെ സന്തോഷമാണ്. കാരണം എനിക്ക് തോന്നുന്നത് നമ്മുടെ സമൂഹത്തിൻ്റെ ഭാവി അവരുടെ കയ്യിലാണ് എന്നുള്ളത് കൊണ്ട്. അവരെ നമ്മൾ സാധാരണ ഒരു അമ്മയായിട്ടോ ഭാര്യയായിട്ടോ മാത്രമേ കാണുന്നുള്ളൂ. അവരെ അതിൽ നിന്ന് വ്യത്യാസമായിട്ട് ഇപ്പോൾ കേരളത്തെ പറ്റി പ്രത്യേകിച്ച് പറയുമ്പോൾ കേരളത്തെ പറ്റി പല കാര്യങ്ങളിലും നമുക്ക് കേരളത്തെ പറ്റി ആലോചിക്കുമ്പോൾ പല കാര്യങ്ങളിലും പരിമിതികളൊക്കെ നമുക്ക് തോന്നാറുണ്ട്. പക്ഷേ ഒരു കാര്യത്തിൽ നമുക്ക് വളരെ സന്തോഷം തോന്നുന്നത് ജീവിതത്തിൻ്റെ എല്ലാ തുറയിലും മുന്നിട്ട് വരുന്നത് സ്ത്രീകളാണ്. ഇത് വളരെ സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇത് ഇന്ന് സിനിമയെ പറ്റി സംസാരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ആൺകുട്ടികളോടൊപ്പം, ആൺകുട്ടികളെ മോശമായിട്ട് പറഞ്ഞാൽ എനിക്ക് ആൺകുട്ടികളെ വളരെ ഇഷ്ടമാണ്, വളരെ ഇഷ്ടമാണ്. പക്ഷേ നമ്മുടെ രാജ്യത്ത് കേരളം വിട്ടുള്ള ഭാഗങ്ങളിൽ ഈ പെൺകുട്ടികളുണ്ടായാൽ തന്നെ അവരെ അങ്ങ് ജനിച്ച ഉടനെ തന്നെ കൊന്നു കളയുക. കാരണം അവരൊരുപാട് ജീവിതത്തിലൊരു ശല്യമാണ് എന്നുള്ള രീതിയിൽ ഇങ്ങനെയൊക്കെയുള്ള സമീപനമുണ്ട്. അത് കേരളത്തെ സംബന്ധിച്ചുള്ള നമുക്ക് ഏറ്റവും വലിയ അഭിമാനം, ആണായാലും പെണ്ണായാലും ഏത് തലത്തിലുമുള്ള മാതാപിതാക്കളായാലും പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും ഒരുപോലെ സ്വീകരിക്കുന്ന ഒരു സമൂഹം കേരളത്തിലായി ഉള്ളത്. അതിൽ നമുക്ക് അഭിമാനിക്കാം ശരിക്കും. പ്രത്യേകിച്ചും കേരള ജനതയ്ക്ക് അഭിമാനിക്കത്തക്ക രീതിയിലുള്ള ഏറ്റവും കഴിവുറ്റ പെൺകുട്ടികളുമാണ് ആൺകുട്ടികളുമാണ് ലോ അക്കാഡമിയിലുള്ളത് എന്നുള്ള കാര്യം കൂടി സാറിനെ ഞങ്ങൾ അറിയിച്ചു.